ഗൈസ് അങ്ങനെ ബീച്ചിൽ പോകായിരുന്നു ഞങ്ങൾ ബ്ലോക്ക് കാരണം ഗോകുലത്തെത്തിൻ്റെ ഗോകുലത്തെത്തിയ പാടെ തന്നെ ഭയങ്കര അടിപൊളി തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നു കുട്ടികൾക്കൊക്കെ അങ്ങനെ പിന്നെ അവിടെ വിഷുവിൻ്റെ എന്തൊക്കെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കൊന്നൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് അതൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേനും ഇവരെ കുക്കുവണ്ടി അവിടെ കണ്ടീന് പോകാൻ അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കയറി എല്ലാവരും ഇല്ല 2 പേർക്ക് എന്താ ഒരാൾക്ക് 100 രൂപ അപ്പോൾ ഒരാളെ കൂടെ ഒരു കുട്ടീനെയും കയറ്റാം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇവർ 2 കയറി 2 പേർക്ക് ഓരോ കുട്ടീനെ വെച്ച് കയറ്റാമല്ലോ അങ്ങനെ പിന്നെ ഓരോക്കെ റൗണ്ട് അടി തുടങ്ങി ഇവാനും വശം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ടാറ്റൊക്കെ തന്ന് പോവാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ടാറ്റ ഇടുന്നുണ്ട് ഓരങ്ങനെ കൊക്കു വണ്ടിയിൽ റൗണ്ട് അടിക്കുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു 2 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓരോന്ന് അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇറങ്ങാൻ വലിയ മൂടൊന്നും ഇല്ലേനെ ഇവർക്ക് ഉണ്ടാക്കും പിന്നെ അവിടെ പിടിച്ചിറക്കി നമ്മൾ ഒരു മിറർ സെൽഫി ഒക്കെ എടുത്ത് 2 എണ്ണത്തിന് പിടിച്ച് മേലോട്ടൊക്കെ കയറുന്നുണ്ട് പിന്നെ ഓരോ ഫ്ലോറിലെത്തും തോറും ഇവാനിങ്ങനെ ഓരോ സാധനം കാണുമ്പോൾ അതിനുള്ള ഈ ഡാൻസ് കളിയും കരച്ചിലും തുടങ്ങുന്നുണ്ട് ഇപ്രാവശ്യം എന്താ വെച്ചാൽ മാഷ്മെല്ലോ വേണമെന്നാണ് അങ്ങനെ മാഷ്മെല്ലോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കാണ്ട് തരില്ല എന്ന് അത് ഒഴിച്ചതും അവന് പറ്റിയില്ല അങ്ങനെ അവൻ കരയാൻ തുടങ്ങി അങ്ങനെ ഓരോ ഫ്ലോർ എത്തും തോറും അങ്ങനെ കരച്ചിൽ കൂടി വരാമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വേഗം എടുത്ത് താഴത്തോട്ടിട്ട് നെസ്റ്റോയിൽ കൊണ്ടുപോകാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ ഓൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ അങ്ങനെ ട്രോളി കയറിയിരുന്നപ്പോൾ തന്നെ അവൻ്റെ മൂടൊക്കെ മാറി അവൻ പിന്നെ ചെറുക്കാനൊക്കെ തുടങ്ങി ആ കരച്ചിലൊക്കെ മാറി അങ്ങനെ പിന്നെ നമ്മൾ ഓരോ സാധനം വാങ്ങുന്നുണ്ട് അവന് പിന്നെ അവിടെ എത്തിയപ്പോഴും പിന്നെ ഓരോ സാധനം കാണുമ്പോൾ അവനെല്ലാം വേണം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കരയുന്നുണ്ട് പിന്നെ അത് ബില്ലടിക്കുന്നതിന് മുന്നേ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ കരയുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു കവർ സാധനം എന്തൊക്കെയോ ഫുഡ് ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചത് അത് ഓനെ സെലക്ട് ചെയ്ത് തന്നെ അങ്ങനെ പിന്നെ ഓരോന്ന് വാങ്ങിച്ച് കരഞ്ഞ് ഓനെയും കൊണ്ട് വേഗം പുറത്തിറങ്ങി ഇനി പിന്നെ അവിടെ നിന്ന് ഇനിയും കരച്ചിൽ കൂടുന്നു അങ്ങനെ മിഠായി തിന്നുകൊണ്ടും കരയുന്നുണ്ട് പിന്നെ എനിക്ക് 2-3 എണ്ണമൊക്കെ തന്ന് സ്നേഹമൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ വേഗം നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് വേഗം വീട്ടിലെത്താൻ വിചാരിച്ച് ഇനി അവിടെ നിന്നാലും കരഞ്ഞ് മെഴുകുന്നു മനസ്സിലായപ്പോൾ നമ്മൾ വേഗം ഓട്ടോയിൽ കയറ്റിയിട്ടതാണ് അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ വിഷുവിന് വാങ്ങിച്ച കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് പൊട്ടിക്കാൻ വിചാരിച്ചു അതിന് പിന്നെ പ്രോ ആയിട്ട് എല്ലാ പറ്റുന്നതും പൊട്ടുന്നതും ഒക്കെ പൊട്ടിക്കുന്നത് ഞാൻ പിന്നെ ഇവിടെ മെല്ലെ എനിക്ക് കഴിയുന്ന കമ്പിത്തിരിയും കയറും ഒക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ആശ്വസിച്ചു